സർക്കാർ പ്ലീഡർ നിയമനത്തിൽ KSUവുമായുള്ള പോരിന് പിന്നാലെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ് മഹിളാ കോൺഗ്രസും. പാർട്ടിക്കാരെ കേൾക്കാത്ത മുഖ്യമന്ത്രി അഹങ്കാരം വെടിയണമെന്നാണ് മഹിളാ കോൺഗ്രസ് തുറന്നടിക്കുന്നത്. സതീശനെതിരെ പ്രമേയം പാസാക്കിയ സംഘടന ഹൈക്കമാൻഡിനെയും സമീപിക്കും. സതീശൻ്റേത് ഏകാധിപത്യ ശൈലിയാണെന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പരോക്ഷമായി പറയുന്നുണ്ട്. KSUവിന് പിന്നാലെ മഹിളാ കോൺഗ്രസും രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി ശൈലി തിരുത്തേണ്ടി വരുമോ? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. ബിനിൽ ലീല സാബുവാണ് ഇന്നിപ്പോൾ ന്യൂസ് ആംഗിളിൽ നമുക്കിപ്പം ചേരുന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ തരത്തിൽ വി ഡി സതീശനെതിരെ വിവിധ സംഘടനകൾ, കോൺഗ്രസിൻ്റെ തന്നെ വിവിധ സംഘടനകൾക്കുള്ളിൽ നിന്നുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ്. KSUവിൻ്റെ നേതൃത്വം ഇടഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ മഹിളാ കോൺഗ്രസും അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നു. എന്താണ് പൊതുവെ ഈ കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഹസൻ, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ശൈലി തന്നെയാണ്. അതിനെ പരോക്ഷമായും പ്രത്യക്ഷമായും നേതാക്കൾ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനാദ്യം തുടക്കം ഇട്ടത് KSU ആണ്. KSUവുമായി ബന്ധപ്പെട്ട് പ്ലീഡർ നിയമനത്തിൽ അവർ ചില പരാതികൾ ഉയർത്തിയിരുന്നു. അത് തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിച്ചിരുന്ന ജിയോണ ജെയിംസിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചു. അവർ പഠിക്കുന്ന സമയത്ത് SFI ആയിരുന്നുവെന്ന് ആ സമയത്ത് പഠിച്ചിരുന്ന KSUവിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതാണ്. അതിനെ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ പ്ലീഡർ നിയമിക്കുന്നതിൽ KSUവിന് എന്താണ് കാര്യം എന്നുള്ള ഒരു ചോദ്യം, പരിഹാസ രൂപേണയുള്ള ഒരു പ്രതികരണമാണ് അന്ന് നടത്തിയത്. അത് KSUവിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും നേതാക്കൾ അത് പരസ്യമായി പറയുകയും ചെയ്തതാണ്. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ട് അതൃപ്തി അറിയിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ ശൈലിയെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പരോക്ഷമായി KSUവിന്റെ നേതാക്കൾ അന്ന് ഉന്നയിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ കാണാൻ അന്ന് തേവര കോളേജിൽ അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ പോയ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ശരീരഭാഷ ശൈലിയൊക്കെ വലിയ രീതിയിൽ നേതാക്കൾ പരോക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, KSU നേതാക്കളെ അദ്ദേഹം പിന്നീട് കണ്ടപ്പോഴും കാണുന്നതിൽ തർക്കമില്ല, പ്രശ്നമില്ല. പിന്നീട് പക്ഷേ ഈ തീരുമാനത്തിൽ പിന്നോട്ട് പോകില്ല എന്ന് ഉറച്ച് അദ്ദേഹം പറയുകയായിരുന്നു. KSU നേതാക്കളോട് അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ആ സമയത്ത് പോലും ഈ KSU നേതാക്കളെ കാണുമ്പോൾ പോലും അദ്ദേഹത്തിന് ശരീരഭാഷയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഈ KSUവിൻ്റെ നേതാക്കൾ തന്നെ രഹസ്യമായി തന്നെ പറയുകയും ചെയ്തത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത്. മഹിളാ കോൺഗ്രസിനെ ചൊടിപ്പിച്ച വിഷയം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി ഒരു നിവേദനവുമായി മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിരുന്നു. അത് ചില ആളുകൾക്കൊപ്പമാണ്, പ്രവർത്തകർക്കൊപ്പമാണ് അവിടേക്ക് ചെന്നത്. പക്ഷേ അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മാത്രമല്ല, അവിടെ ഒരു അപമാനിക്കുന്ന രീതിയിൽ തന്നെ പാർട്ടി പ്രവർത്തകരോട് പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയത് എന്നൊരു വിമർശനം ഉയർന്നു. പിന്നീട് അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയും ഐക്യകണ്ഠേനയാണ് അവിടെ ഒരു എതിരഭിപ്രായവും വി ഡി സതീശന് എതിരെ അനുകൂലിച്ചുണ്ടായിരുന്നില്ല. എതിർത്ത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലപാട് എടുത്തത്. ശേഷം ഐക്യകണ്ഠേന ഈ പ്രമേയം പാസ്സാക്കുകയായിരുന്നു. ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള തീരുമാനം കൂടി മഹിളാ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് ഈ KPCCയുടെ ഒരു അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ യോഗങ്ങളൊക്കെ ചേരും. അവിടെയൊക്കെ വലിയ വിമർശനം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. പ്രധാനമായും നേതാക്കൾ വിമർശിക്കുന്നത് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്, ശരീരഭാഷയാണ്. അത് പാർട്ടി പ്രവർത്തകരോട് പോലും വേണ്ട രീതിയിലുള്ള മനോഭാവത്തിൽ അദ്ദേഹം മാറ്റം വരുത്തണം. മഹിളാ കോൺഗ്രസ് കടത്തിപ്പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് അഹങ്കാരമുണ്ട്, അഹങ്കാരം വെടിയണമെന്നാണ് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചില നേതാക്കളൊക്കെ അഭിപ്രായപ്പെട്ട. അത്തരം കടുത്ത ഭാഷയിലേക്കൊക്കെ മഹിളാ കോൺഗ്രസ് പോവുകയാണ്. ആദ്യം KSU ആയിരുന്നു, ഇപ്പോൾ മഹിളാ കോൺഗ്രസും അങ്ങനെ പോകുന്നു. വലിയൊരു വിഭാഗം, അതായത് KC വിഭാഗം നേരത്തെ മുതൽ തന്നെ സതീശന് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. വിഴിഞ്ഞത്തിലടക്കം KC വേണുഗോപാൽ എടുത്ത നിലപാട് നമുക്കറിയാം. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ യോഗങ്ങളൊക്കെ ചേരുമ്പോൾ വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. നിലവിൽ ഒരു ഏകാധിപത്യ ശൈലിയാണ് അദ്ദേഹത്തിന് എന്താ നേതാക്കളൊക്കെ പ്രവർത്തകരൊക്കെ അടക്കം പറയുന്നുണ്ട്. അത് കമ്മിറ്റികളിലേക്കൊക്കെ വരുമ്പോൾ അത് പരസ്യമായി തന്നെ ആ കമ്മിറ്റികളിൽ ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വരുന്ന 30-നാണ് UDFന്റെ യോഗം ചേരുന്നത്. അവിടെയും ചില പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നുണ്ട്. PMC അടക്കമുള്ള വിഷയങ്ങൾ അവിടെ വരും. അവിടെ M. ലിജു അടക്കമുള്ള കോൺഗ്രസിന് തന്നെ മന്ത്രിമാരൊക്കെ എതിർത്ത് അതിനെ രംഗത്ത് വന്നതാണ്. ഉപസമിതിയൊക്കെ ചേർന്നപ്പോൾ എതിർപ്പ് അറിയിച്ചതാണ്. PMC അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയൊക്കെ അവിടേക്ക് ഈ മുന്നണി യോഗത്തിലേക്ക് എത്തും. അവിടെയൊക്കെ ഒരു തുറന്ന ചർച്ച ഉണ്ടാകും. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇതിനെ എതിർപ്പ് അറിയിച്ചതാണ്. യോഗം നീണ്ടുപോകുന്നതിൽ വലിയ എതിർപ്പ് അവർക്കുണ്ട്. ബോർഡ് കോർപ്പറേഷൻ വിഭജനം പൂർത്തിയായിട്ടില്ല, ചർച്ച പോലും തുടങ്ങിയിട്ടില്ല. അതിന് പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്യണമെങ്കിൽ UDFന്റെ യോഗം ചേരണം. അത് മുഖ്യമന്ത്രി, UDF ചെയർമാനായ മുഖ്യമന്ത്രി അതിന് സമയം നൽകിയില്ല. അതാണ് നീണ്ടുപോകുന്നതെന്നാണ് നേതാക്കൾ അടക്കം പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ യോഗം ചേരുന്നതിൽ വൈകുന്നതിൽ ഒരു അതൃപ്തി അവർ പ്രകടിപ്പിച്ചതാണ്. യോഗത്തിലേക്ക് വരുമ്പോൾ ഇതും ഒരു കല്ലുകടിയായി മാറും. അവിടെയും മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയർന്നു
പറയുന്നത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും കടന്നാക്രമിക്കുന്നുണ്ട് ചില നേതാക്കൾ. അതിപ്പോൾ രഹസ്യമായും ചില കമ്മിറ്റികളിലൊക്കെയാണ് അത് ഉന്നയിക്കുന്നതെങ്കിൽ പരസ്യമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് പരസ്യമായി തന്നെ ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹർഷ്.